എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. സുഖമില്ല, ഹോസ്പിറ്റലാണ് ഞാനിപ്പം. ഇപ്പോഴും ഭേദമായിട്ടില്ല. കുറച്ചാളും കൂടി ഇനി വേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റതാണ്. അപ്പോൾ എൻ്റെ ബാക്കൊന്ന് പെട്ടെന്നൊന്ന് എന്താ മിന്നിപ്പോയതാണത്. പക്ഷെ അത് കുറച്ചങ്ങ് അധികമായിപ്പോയി. പെട്ടെന്ന് ഞാൻ ഷിവർ ചെയ്യുകയും അതുപോലെ തന്നെ തല ചുറ്റുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് അവിടെ നിന്ന് കുറേ നേരത്തേക്കൊന്നും അനങ്ങാൻ പറ്റിയില്ല. ഒരു 2 മണിക്കൂർ നേരം അങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ടി വന്നു. പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ആംബുലൻസിലാണ് സ്ട്രക്ചറിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അവരപ്പോൾ തന്നെ ഇഞ്ചക്ഷനും IV ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ബെഡിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് എഴുന്നേക്കാറായിട്ടില്ല. ബെഡ് തന്നെയാണ്. കാല് നിലത്തേക്ക് കുത്തി. ഇന്നിപ്പോൾ രാവിലെ ഒന്ന് ഞാൻ ജസ്റ്റ് കാലൊന്ന് നിലത്ത് കുത്തി. പക്ഷെ അതും അങ്ങോട്ട് സാധിക്കണില്ല എനിക്ക്. ഇനി എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തു പറ്റിയെന്ന് എല്ലാവരും മെസ്സേജിൽ കൂടി ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വെച്ചത്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പം. കാരണം ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഒരിക്കൽ പോലും പരസ്പരം കാണാത്തവരാണ് നമ്മളെല്ലാവരും. എങ്കിൽ പോലും ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഇത് വരാനുള്ളൊരു റീസൺ ഡോക്ടർമാരാണെങ്കിലും പറയുന്നത്, ഒത്തിരി വർഷം ഇരുന്ന് ജോലി ചെയ്തല്ലോ. ഒത്തിരി വർഷം മീൻസ് ഞാനൊരു 12 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തിലിരുന്നാണല്ലോ ജോലി ചെയ്യുന്നത്. ആ സമയത്തൊന്നും നമ്മളത്ര ശ്രദ്ധിക്കില്ല. 8-9 ഒക്കെ മണിക്കൂർ ഒരേ ഇരിപ്പിരുന്ന് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ആ ബാക്കൊന്നും സ്ട്രെയിൻ ചെയ്യില്ലല്ലോ. നമ്മൾ ഒട്ടും റെസ്റ്റ് കൊടുക്കാതെയല്ലേ ഇരിക്കുന്നത്. അതൊക്കെ ഇതിനൊരു കാരണമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതാ വെയിറ്റ് ഇടുകയാണ്. അവരൊരു 10 kg വെയിറ്റാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ട്രാക്ഷൻ അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ പെയിൻ ഭയങ്കര പെയിനാണ് വരുന്നത്. സഹിക്കാൻ പറ്റാത്ത പെയിനാണ് വരുന്നത് നമുക്ക്. പിന്നെ പെയിന് വേണ്ടിയിട്ട് അവർ കുറേ ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ വെയിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അവർ. ഒരു 10 kg 10 മിനിറ്റ് കൂടുമ്പോൾ അത് റിലീസ് ചെയ്തിട്ട് വീണ്ടും അത് ഇടണം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫിസിയോ ഉണ്ട്. ഫുഡ് കഴിക്കാനോ ഒന്നിനും ബെഡിൽ നിന്ന് നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ബെഡിൽ തന്നെ ചരിഞ്ഞ് കിടന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിയുമ്പോൾ തന്നെ വളരെ പെയിനാണ്. ഇപ്പോഴാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അതൊന്നും ശ്രദ്ധിക്കുകയില്ല, പ്രത്യേകിച്ച് സിസ്റ്റത്തിലൊക്കെ ഇരിക്കുമ്പം. ഇപ്പം അതൊക്കെ വലിയൊരു പ്രശ്നമായി വന്നത് ഇപ്പോഴാണ് മനസ്സിലാക്കണത്. പിന്നെന്താ, ഡിസ്ചാർജ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് എന്തു പറ്റിയെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. വോയിസൊക്കെ ഒത്തിരി ഡിസ്റ്റർബൻസ് കാണും. കാരണം റൂമിലിരുന്നിട്ടാണ്, തൊട്ട് മുമ്പിൽ റോഡായതുകൊണ്ട് സൗണ്ടിനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ വെറുതെ ഇവിടെ കിടക്കുകയാണ്. എല്ലാവരുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് റിലാക്സും കിട്ടും. പെയിനൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എല്ലാവരുടെ വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം എല്ലാവർക്കും. പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുന്നു നിങ്ങൾ പറഞ്ഞതിൽ. ഇപ്പോൾ ദാ ചുമ്മാ ഇങ്ങനെ ഫാന് നോക്കി കിടക്കുകയാണ്. ഫാനേ ഉള്ളൂ റൂമിനകത്ത്. കുറേ നേരം അതിങ്ങനെ നോക്കിക്കിടക്കും. കുറേ മൊബൈലിൽ നോക്കും. നമ്മൾ പെയിൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെയിൻ കൂടുതലായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് പാട്ട് കേൾക്കും. കുറച്ച് മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊന്നും പറയാനില്ല. ഇത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ശരി, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.